നമ്മുടെ സിനിമ സംസാരിക്കുന്ന ആ വിഷയം അതുകൊണ്ട് ഞാനൊരു കിഡ്നാപ്പിംഗ് റൗണ്ടിലേക്ക് പോവാണ്. കിഡ്നാപ്പ് റൗണ്ട് പുതിയ ഓക്കെ, നിങ്ങൾ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്യും അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്ത് എന്ത് ചെയ്യും? എന്ത് ഞാൻ കൂടെ പോവാന്നല്ലാതെ. സിനിമ ഇൻഡസ്ട്രിയില് ഒരാളെയും കൂടെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒരു കമ്പനിക്ക് അവര് കൂട്ടാണെങ്കിൽ ആരെയാണ് കൂടെ കൂട്ടാ? സിനിമയിലുള്ള പോലെ തന്നെ സുരേഷ് ഏട്ടൻ കൂടെ ഉണ്ടെങ്കിൽ ഹാപ്പിയാണ്. നല്ല എന്റർടൈൻമെന്റ് ആണ്. പിന്നെ അത് കൂടാണ്ട് സുരേഷ് ഏട്ടൻ എവിടെ പോയാലും പുള്ളി കോണ്ടാക്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഊരിയെടുക്കും. പക്ഷെ മാവോയിസ്റ്റിലൊന്നും എനിക്ക് കോണ്ടാക്ടില്ല. ഒരു വസ്തു, ഈ വസ്തു ഇല്ലാതെ നിങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റില്ല. തട്ടിക്കൊണ്ട് പോവാണെങ്കിലും നിങ്ങൾക്ക് ആ വസ്തു വേണം. എന്നിട്ട് വേണ്ട സാധനങ്ങളൊന്നും നമുക്ക് ടി വിയിൽ പറയാൻ പറ്റത്തില്ല. ഞാനത് പറഞ്ഞത് അതുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് നമ്മള് അത് ഒപ്പിക്കാല്ലോ ചേട്ടാ, ചേട്ടൻ കോണ്ടാക്ട് വെച്ചിട്ട് അല്ല എന്താ വസ്തു എന്നുള്ളത് പറയാൻ പറ്റില്ല. ചില വസ്തുക്കളുണ്ട്, അതുണ്ടെങ്കിൽ ഹാപ്പിയാണ്. ഇവിടെ എനിക്കോ ഞാനും സുരേഷ് ഏട്ടൻ്റെ കൂടെ ഈ അഭിലാഷം സിനിമ കണ്ടിട്ട് ഒത്തിരി പേർക്ക് സഹിച്ചിട്ടോട് പ്രണയം തോന്നി. എനിക്ക് അത്രയധികം റെസ്പോൺസ് കണ്ടിട്ടുണ്ടല്ലോ. ഇല്ല, റെസ്പോൺസ് ഈ പറഞ്ഞ പോലെ നല്ലതായിരുന്നു. പ്രണയം തോന്നിയൊന്നും ആരും മെസ്സേജ് അയച്ചിട്ടില്ല. പക്ഷെ ഇഷ്ടം അതിൻ്റെ അകത്ത് കൽവിനകമേ എന്നൊരു പാട്ടുണ്ട്. അതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. എനിക്ക് തട്ടത്തിലേക്കാളും എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഈ പാട്ടാണ്. ഈ പാട്ട് എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ചിലപ്പോൾ ഒരു 1000-2000 പ്രാവശ്യം യൂട്യൂബിൽ കണ്ടു കാണും. രാഹുലിന്റെ ഡയറക്ടർ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ട്, കാരണം ചെയ്തു വെച്ച സിനിമകളും അപ്പൊ ഞങ്ങളില്ലെന്നാണോ? അതിലേക്ക് എത്തുന്നുണ്ട്. സംവിധായകനെ ഒരു നല്ലത് നശിപ്പിച്ചു. കാട് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു കാരവൻ ഇട്ടിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന കുറച്ച് അകത്താണ്. അപ്പോൾ ഒന്ന് കാരവനിൽ പോയി തിരിച്ചിടണമെങ്കിൽ ഏതാണ്ട് 45 മിനിറ്റോളം സമയം മാറും. ജസ്റ്റ് ഒന്ന് പോയി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് വരണമെങ്കിൽ തന്നെ. അപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞാൻ ഇവർക്കൊക്കെ 3 മരങ്ങൾ കാണിച്ചു കൊടുത്തു. ഓരോരുത്തർ ആ മരത്തിന്റെ പുറകിലോട്ട് മാവോയിസ്റ്റ് ക്യാമ്പാണല്ലോ, കണ്ടിട്ടുണ്ട്. അതോട്ട് കയറുക, പുറത്ത് വരിക. ഞാൻ എത്രയോ പുതിയ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഫസ്റ്റ് പടം അല്ലെങ്കിൽ രണ്ടാമത്തെ പടം ചെയ്യുന്ന അങ്ങനെ പുതിയ ഡയറക്ടേഴ്സിൻ്റെ ഞാൻ ആദ്യം പറയുന്നത് എത്ര 1 more വേണമെങ്കിലും പോണം എന്ന് പറയും. കാരണം നമ്മളൊരു മെറ്റീരിയൽ നമ്മളെ അവരെ എങ്ങനെ അത് ഉപയോഗിച്ചെടുക്കണം എന്നുള്ളത് അവരുടെ ഒരു ഇതും കൂടിയാണ്. ഞാൻ എന്തോ ചെയ്യുന്നത് ഓക്കെ എന്ന് പറയുന്ന പോലെ നമ്മളും തോന്നരുത്. അതായത് സീനിയറാണ് അല്ലെങ്കിൽ മറ്റേതാണ് മറിച്ചാന്ന് പറഞ്ഞിട്ട് 1 more ചോദിക്കുന്നത് മോശമല്ലേ? അങ്ങനെ അല്ലല്ലോ. അല്ല, ഇപ്പോൾ സീനിയേഴ്സായിട്ട് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇത്തിരി ആൾക്കാർ ഈ പണി നിർത്തിപ്പോയിട്ടുണ്ട്. ഇപ്പം ആ സീനിയർ അത്രയും ഇപ്പം ഈ കാറ്റഗറിയിൽ പെടുന്ന എത്രയോ സീനിയേഴ്സ് ആയിട്ട് ആൾക്കാർ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ആ പുതിയ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അവർക്കൊരു 1 more അല്ലെങ്കിൽ 2 more പോകുന്നതുകൊണ്ടൊന്നും അവർക്ക് യാതൊരു വിഷമവുമില്ല. ജയ് മഹേന്ദ്രന്റെ സമയത്ത് സുഹാസിനി മാമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ മാം എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ നമ്മുടെ ഡയറക്ടർ ഞാൻ എന്ത് ചെയ്താലും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം എല്ലാ ഷോട്ടിലും എനിക്ക് കറക്ഷൻ പറയുന്നു. അപ്പോൾ പുള്ളി പറയുന്നതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ ആക്ടിങ് ഇപ്പം മോശമായി. അപ്പം ഈ PSO ആയി ജോലി ചെയ്യുന്ന ആളുകളെ ശരിക്കും ഡിപ്പാർട്ട്മെന്റിലൊക്കെ കളിയാക്കി വിളിക്കുന്ന ഒരു പേരാണ് ഫ്ലാസ്ക് എന്ന്. വളരെ അപൂർവം ചില പടങ്ങളൊക്കെ തന്നെ നമ്മൾ എന്തിനാണ് ചെയ്തതെന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം മഞ്ഞു പോലൊരു പെൺകുട്ടി എന്നൊക്കെയുള്ള സിനിമ അല്ലെങ്കിൽ അത്തരം സിനിമകളൊക്കെ വരാൻ സമയത്തൊക്കെ കുറച്ച് പേരൊക്കെ അത് ചെയ്യേണ്ടിരുന്നില്ല, ഭയങ്കര എന്ത് മോശം വേഷം, അങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടൊക്കെയാണ്. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മി ഷിജിന ജോസ് പ്രകാശ്. ഫ്ലാസ്ക് എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഈ സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് ആണ് ഇന്നിട്ട് കൂടെ ജോയിൻ ചെയ്യുന്ന. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്ന. നമസ്കാരം. ഞാൻ ടീസറും ട്രെയിലറും കണ്ടു. ഇതിൽ എനിക്കൊന്ന് കുറച്ചധികം സീനുകളും നമ്മൾ കാട്ടിൽ വെച്ചാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാലാവസ്ഥ, ഈ പറഞ്ഞ മൃഗങ്ങള്, അത്തരം ഷൂട്ടിങ് നിങ്ങളുടെ ആദ്യത്തെ അനുഭവം ആയിരിക്കില്ലേ? കാട്ടില് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കോതമംഗലം കാട്ടില് അശ്വാരൂഢൻ. കാട് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്ന് ഈ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷനൊക്കെ ഇച്ചിരി നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഒരു കാരവൻ ഇട്ടിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന കുറച്ച് അകത്താണ്. അപ്പോൾ ഒന്ന് കാരവനിൽ പോയി തിരിച്ചിടണമെങ്കിൽ ഏതാണ്ട് 45 മിനിറ്റോളം സമയം മാറും. ജസ്റ്റ് ഒന്ന് പോയി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് വരണമെങ്കിൽ തന്നെ. അപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞാൻ ഇവർക്കൊക്കെ 3 മരങ്ങൾ കാണിച്ചു കൊടുത്തു. ഓരോരുത്തർ ആ മരത്തിന്റെ പുറകിലോട്ട് മാവോയിസ്റ്റ് ക്യാമ്പാണല്ലോ, കണ്ടിട്ടുണ്ട്. അതോട്ട് കയറുക, പുറത്ത് വരിക. കാരണം അത് പിന്നെ ഞങ്ങൾക്കൊന്നും മാറിയിരുന്നിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാനും ഇല്ല. മൊബൈൽ പോലും റേഞ്ച് ഇല്ല. അപ്പൊ കൂടുതൽ സമയം ഞങ്ങൾക്ക് ഷൂട്ട് സെറ്റിംഗ് അപ്പ് ടൈമിലൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന് വർത്താനം പറയുന്നതിന്റെ ഒരു ഹാപ്പിനെസ്സും കൂടെ ഉണ്ടായിരുന്നു.
എനിക്ക് എല്ലാവർക്കും ഒരു പക്ഷേ സുരേഷ് ചേട്ടൻ ഭയങ്കര സ്റ്റോറി ടെല്ലറാണ്. സുരേഷ് ചേട്ടന്റെ കഥകൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ഞങ്ങൾ ഒരു ദിവസം നേരത്തെ ബാക്കപ്പ് ചെയ്യാൻ പറ്റിയ ഞങ്ങൾ സുരേഷ് ചേട്ടന്റെ കാരണം പഴയ കഥകൾ കേൾക്കാന്ന് പറഞ്ഞ ആളുകൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇപ്പൊ പഴയ ആളുകളുടെ ഇന്റർവ്യൂ കിട്ടാൻ നമ്മൾ പഴയ സിനിമ, പഴയ കഥകൾ, കാരണം ആ സമയത്താണ് എല്ലാവരും ഇരുന്ന് സംസാരിക്കുക. ഇനിയിപ്പോ ക്യാരക്ടർ എല്ലാവരും പോകും. ശരിക്കും അങ്ങനെ നോക്കിയാൽ ഞങ്ങൾ ഒരുപാട് സമയം ഒരുമിച്ച് ഓൺ സെറ്റ് അങ്ങനെ കാരവനിച്ച് കയറിയിട്ടില്ല. കാരണം ഒന്ന് ഈ ഡിഫിക്കൽട്ടിയും ഉണ്ട് ഇത്രയും ദൂരം പോവുക. പിന്നെ ഞങ്ങൾ എന്തായാലും അവിടെ തന്നെ ഇരിക്കുക. സെറ്റിംഗ് അപ്പ് ടൈം ആണെങ്കിലും കൂടുതൽ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. JK അധികം സമയം വേണ്ട, അടുത്ത സീൻ സെറ്റ് ചെയ്യാനും അധികം സമയമില്ല. സമയം വേണ്ട. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇപ്പൊ നിങ്ങൾ അറിയപ്പെടുന്ന ആളുകളാണ്, നിങ്ങൾ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്യും അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്ത് എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്ത് ഞാൻ കൂടെ പോകാന്നല്ല, നല്ല സ്ഥലത്തേക്ക് കിഡ്നാപ്പ് അങ്ങനെ നമ്മുടെ മുംബൈയില് മുസ്താഖ് ഖാൻ എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ട്, റീസെന്റ് നടന്നതാണ്. പുള്ളി ഒരു ഫംഗ്ഷന് ആഗ്രയിലോ ഡൽഹിയിലോ എവിടെ ഫരീദാബാദിലോ എവിടെയോ വിളിച്ചു. അപ്പൊ പുള്ളി കാശൊക്കെ ഉറപ്പിച്ചു, ഇത്രയും രൂപ. അങ്ങനെ പുള്ളി പോയി ലാൻഡ് ചെയ്യുകയാണ്. ലാൻഡ് ചെയ്തപ്പോഴും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ നിന്ന് കോൾ വരും. എല്ലാം സെറ്റാണ്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ പോകുമ്പോഴത്തേക്ക്. എന്നിട്ട് പുള്ളി വണ്ടിയിലിരുത്തി വളരെ നല്ലപോലെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോണ വഴി അടുത്തൊരു കാർ വരുന്നു. അതിൽ നിന്ന് 2 പേര് കയറി ഇരിക്കുന്നു. അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലാകുന്നത് ഇത് വേറെ റൂട്ടിലേക്കാണ് പോകുന്നത്. പുള്ളി ഒരു വീട്ടിൽ കൊണ്ടുപോയി ഇട്ടു. എന്നിട്ട് പുള്ളി അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടെന്നാ പറയണത്. ഒരു ഭയങ്കര കേസായിരുന്നു അത്. സംഭവിക്കാതൊക്കെ നമ്മുടെ മറ്റേ നടൻ രാജ്കുമാർ വീരപ്പൻ തട്ടിക്കൊണ്ടുപോയിട്ട് ഓൾമോസ്റ്റ് 100 ദിവസത്തോളം ഇതേപോലെ കാടിനകത്തും ഒക്കെയാണ് നടത്തിയത്. നമ്മുടെ ഒക്കെ ഉള്ളിൽ ഇതുപോലെ ഇപ്പൊ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് ആദ്യമൊക്കെ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് ഇതാരെങ്കിലും ഹൈജാക്ക് ചെയ്യും, ഇങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ വരില്ല. ഇപ്പം നമ്മളിപ്പോ യൂബറിൽ പോവുകയാണെങ്കിൽ പോലും നമുക്ക് അറിയാത്ത വഴി കൂടി ഇവർ പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്, പെട്ടെന്ന് എന്താ ഇനി നെക്സ്റ്റ് സംഭവിക്കാന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിച്ചെടുക്കുമല്ലോ. അങ്ങനെയുള്ള ആലോചനയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതിനപ്പുറത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ സിനിമ സംസാരിക്കുന്ന ആ വിഷയം ആയതുകൊണ്ട് ഞാനൊരു കിഡ്നാപ്പിംഗ് റൗണ്ടിലേക്ക് പോവാണ്. സോ ഓക്കെ, പുതിയ ഒരാള് നിങ്ങളെ തട്ടിക്കൊണ്ടു പോകാൻ പ്ലാൻ ഇടുകയാണ്. അപ്പം ആ തട്ടിക്കൊണ്ട് പോകുന്ന ആള് എവിടേക്ക് തട്ടിക്കൊണ്ട് പോകണം എന്നാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ആഗ്രഹം? എനിക്കാണെങ്കിൽ കുറച്ച് നല്ല ക്ലൈമറ്റ് ഒക്കെ ഉള്ള സ്ഥലം, ഒരു തണുപ്പും ചെറിയ വാട്ടർഫോൾസും. ഡാർജിലിംഗിലൊന്നും പോയിട്ടില്ല. അവിടേക്കൊക്കെ കൊണ്ടുപോയാൽ കുറച്ച് ദിവസം നിൽക്കാം. ഷൈജു ഭായിക്ക് മിക്കവാറും ഡാർജിലിംഗ് ഭാഗത്തു നിന്ന് ഒരു ഇനോഗ്രേഷന്റെ ഇന്റർവ്യൂ കാണുമ്പോൾ അടുത്തത് ഇത് ഭയങ്കര ട്രിപ്പ് മൂഡായിരുന്നു ഇവിടെ. എനിക്ക് അങ്ങനെ നല്ല വെതർ, അധികം ചൂടൊന്നും ഇല്ലാത്ത, വേർത്ത് ഇതൊന്നും ഇല്ലാതെ കംഫർട്ടബിൾ ആയിട്ട് റേഞ്ച് ഒക്കെ ഉള്ള. എന്നാ മഴ പാടില്ല, ചൂട് കൂടാനും പാടില്ല, പിന്നെ ടോർച്ചർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ തന്ന് ഹാപ്പി ആയിട്ട്. പിന്നെ അവരെന്തെങ്കിലും ബ്യൂട്ടി വിളിച്ചിട്ട് ഇത്ര ലക്ഷം തന്നാൽ ഞങ്ങൾ ഇയാളെ വിടാന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടുന്ന് വീട്ടിൽ നിന്ന് കൊടുക്കത്തൂല്ല. കുറെ കാര്യന്മാര് വിട്ടോളൂ. ഇവിടെ ഡയറക്റ്റും രാഹുൽ അങ്ങനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയാൽ രാഹുൽ പറയും എന്റെ ഭാര്യയും കൂടെ ഒന്ന് വിളിച്ചോളാം, ഒരുമിച്ച് വരാം, ഒരുമിച്ച് കിഡ്നാപ്പിന് പോകും. ധൈര്യം തരാൻ ഒരാൾ പോയി. ഇവിടെയോ പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന, ഇഷ്ടംപോലെ എഴുതാനും വായിക്കാനും ഒക്കെ പറ്റുന്ന സ്പേസ് ഉള്ള, അങ്ങനെ പുസ്തകത്തിനും ലൈബ്രറി കൊണ്ട് ആക്കിയാല് ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ തിരിച്ചേ വരില്ല, തിരിച്ച് എവിടെ പോലെ ഞാൻ തിരിച്ചു വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരാളെയും കൂടെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒരു കമ്പനിക്ക് അവർ കൂട്ടാണെങ്കിൽ ആരെയാണ് കൂടെ കൂട്ടാ? സിനിമയിലുള്ള പോലെ തന്നെ സുരേഷ് ഏട്ടൻ കൂടെ ഉണ്ടെങ്കിൽ ഹാപ്പിയാണ്. നല്ല എന്റർടൈൻമെന്റ് ആണ്. അത്യാവശ്യം തല്ലുകൊള്ളാൻ ആരോഗ്യമുള്ള അടി 10 അവിടെ കിട്ടിക്കോളും, അതല്ലേ? പിന്നെ അത് കൂടാണ്ട് സുരേഷ് ഏട്ടൻ എവിടെ പോയാലും പുള്ളി കോണ്ടാക്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഊരിയെടുക്കും. പക്ഷെ മാവോയിസ്റ്റിലൊന്നും എനിക്ക് കോണ്ടാക്ടില്ല. ബാക്കി നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ പിടിക്കാം. ആരൊക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഞാൻ ആദ്യം പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ അത് ഒരാളായിട്ടല്ല പോകുന്നത്. ഇപ്പൊ സിദ്ധു പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു ടീമുണ്ട്. അങ്ങനെ ഒരു ടീമിനെ മൊത്തം കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. ഞങ്ങൾ എത്ര ദിവസം വേണമെങ്കിലും അവിടെ സുഖമായിട്ട് ജീവിക്കും. അവൻ വിട്ടുപോകും.
അവൻ ഞങ്ങളെ കൂടെ ഗ്യാങ് കയറുക. സുഹൃത്തുക്കളല്ലാതെ ഒരു വസ്തു, ഈ വസ്തു ഇല്ലാതെ നിങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റില്ല. തട്ടിക്കൊണ്ട് പോവാണെങ്കിലും നിങ്ങൾക്ക് ആ വസ്തു വേണം. അങ്ങനെ മിസ് ചെയ്ത കൂട്ടുന്ന ഒരു വസ്തു ഉണ്ടോ? ഫോൺ അല്ലാതെ. മിക്കവാറും ഫോണായിരിക്കും, അത് ആദ്യം തന്നെ അവരെടുത്ത് എറിയും. അത് പോവും. അതുകൊണ്ട് പോണ്ട. ഫോൺ അല്ലാതെ പിന്നെ വേണ്ട സാധനങ്ങളൊന്നും നമുക്ക് ടി വിയിൽ പറയാൻ പറ്റത്തില്ല. ഞാനത് പറഞ്ഞത് അതുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് നമ്മള് അല്ല അത് ഒപ്പിക്കാല്ലോ കേട്ടോ, ചേട്ടൻ കോണ്ടാക്ട് വെച്ചിട്ട് അല്ല എന്താ വസ്തു എന്നുള്ളത് പറയാൻ പറ്റില്ല. ചില വസ്തുക്കളുണ്ട്, അതുണ്ടെങ്കിൽ ഹാപ്പിയാണ്. ഇവിടെ എനിക്കോ ഞാനും സുരേഷ് ഏട്ടൻ്റെ കൂടെ കോപ്പി പേസ്റ്റ്. ഇപ്പൊ വില്ലവേഷങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അധികം സിനിമ കാണുമ്പോൾ ഒരു ഭയങ്കര പേടി തോന്നുകയാണ്. പക്ഷെ ഇപ്പത്തെ സംഭവിച്ചിട്ട് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞാൽ പാവാണ്, ഇത് ആക്ടിംഗ് ആണ് നമുക്ക് ഇപ്പം മനസ്സിലാക്കാം. പക്ഷെ ആ സമയത്ത് ഇത്ര അധികം ഇന്റർവ്യൂസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല. ഇപ്പൊ ഈ പീഡനരംഗങ്ങൾ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന രംഗങ്ങൾക്ക് ഷൂട്ടിന് ശേഷം അല്ലെങ്കിൽ സിനിമയെ കണ്ടതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പുറത്ത് ആളുകളായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് ശരിക്കും? ഇല്ല, അങ്ങനെ ചെയ്യുന്നു. ഒരു ആക്ടിങ് ആണ് നമ്മുടെ പ്രൊഫഷൻ, അതൊക്കെ അറിയാവുന്ന ആൾക്കാരല്ലേ നമ്മുടെ ഓഡിയൻസ് എന്നൊക്കെ പറയുന്നത്. വളരെ അപൂർവം ചില പടങ്ങളൊക്കെ തന്നെ നമ്മൾ എന്തിനാണ് ചെയ്തതെന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം മഞ്ഞു പോലൊരു പെൺകുട്ടി എന്നൊക്കെയുള്ള സിനിമ, അല്ലെങ്കിൽ അത്തരം സിനിമകളൊക്കെ വരാൻ സമയത്തൊക്കെ കുറച്ച് പേരൊക്കെ മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നും വെച്ചിട്ടുള്ള ഇതല്ല, അല്ലെങ്കിൽ തന്നെ നേരിട്ട് കാണുമ്പോഴോ ഒക്കെ പറയാറുണ്ട് അത് ചെയ്യേണ്ടിരുന്നില്ല, എന്ത് മോശം വേഷം, അങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടൊക്കെയാണ്. ഈ അഭിലാഷം സിനിമ കണ്ടിട്ട് ഒത്തിരി പേർക്ക് സഹിച്ചിട്ടോട് പ്രണയം തോന്നി. എനിക്ക് അത്രയും റെസ്പോൺസ് കണ്ടിട്ടുണ്ടല്ലോ സിനിമയുടെ. എനിക്കൊന്ന് പ്രൊമോഷൻ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനി പ്രണയരംഗങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വേഷം ആളുകൾ അംഗീകരിക്കോ അല്ലെങ്കിൽ ആളുകൾ എങ്ങനെ റെസ്പോൺസ് വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ OTT വന്നതിന് ശേഷം സഹിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു പ്രണയവും ഒരു ഇഷ്ടം തോന്നി. അത് വേറെ തന്നെ നമ്മൾ ഇതുവരെ കാണാത്തൊരു സഹിച്ചേട്ടനെ കണ്ടത്. ആ സിനിമ കഴിഞ്ഞിട്ട് അത്തരം ഈ പറഞ്ഞ റൊമാൻസ് അല്ലെങ്കിൽ പ്രണയ സിനിമകളൊക്കെ വന്നു തുടങ്ങി. എങ്ങനെയാ അതിന്റെ ടോട്ടൽ റെസ്പോൺസ് എങ്ങനെയാ? ഇല്ല, റെസ്പോൺസ് ഈ പറഞ്ഞ പോലെ നല്ലതായിരുന്നു. പ്രണയം തോന്നിയൊന്നും ആരും മെസ്സേജ് അയച്ചിട്ടില്ല. പക്ഷെ ഇഷ്ടം സത്യം പറ. ഇഷ്ടമായി, ഇപ്പോഴാണ് നിങ്ങളുടെ ഫാനായി മാറിയത് എന്നൊക്കെ പറഞ്ഞ ഒരു ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട്. എല്ലാത്തിനും റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ബട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഒരുപാട് എക്സൈറ്റ്മെന്റും തോന്നാറുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. എനിക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് കിട്ടുകയും ഞാൻ എൻ്റെ അത് കാസ്റ്റ് ചെയ്യപ്പെടുകയും എനിക്കത് തരക്കേടില്ലാണ്ട് എനിക്കത് ഡെലിവർ ചെയ്യാൻ പറ്റിയതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് ഈ ഭയങ്കര തിൻ ലൈനിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഈ റൊമാൻസിൽ. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ വീഴാം. അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ആ ടാസ്ക്. അത് സ്ക്രിപ്റ്റ് നന്നായിരിക്കണം, പ്രത്യേകിച്ച് റൊമാൻറ്റിക് ഫിലിം ആകുമ്പോഴത്തേക്കും അതിൻ്റെ മ്യൂസിക് നന്നായിരിക്കണം, പിന്നെ വിഷ്വൽസ് നന്നായിരിക്കണം. അതിൻ്റെ അത് നമ്മൾ റൊമാൻസ് കാണിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, നമ്മൾ പ്രണയം കാണിക്കുന്ന ഭാഗങ്ങൾ ക്രിഞ്ചാവാതെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ അഭിലാഷത്തിൽ ഇതെല്ലാം കറക്റ്റായിട്ട് വന്നു. അതിൻ്റെ അകത്ത് ഓരോ പാട്ടുകളും മിനിമം 1 മില്യണെങ്കിലും വ്യൂസ് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കൽവിനകമേ എന്നൊരു പാട്ടുണ്ട്, അതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. എനിക്ക് തട്ടത്തിലേക്കാളും എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഈ പാട്ടാണ്. ഈ പാട്ട് എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ചിലപ്പോൾ ഒരു 1000-2000 പ്രാവശ്യം യൂട്യൂബിൽ കണ്ടു കാണും. അതും ഈ പറഞ്ഞ പോലെ എനിക്കൊന്ന് 15 lakhs 20 lakhs അത്രയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് 35 ആണോ, ഐ ഡോണ്ട് റിമെമ്പർ. അപ്പം ആ ആൽബം മൊത്തം വലിയൊരു ഹിറ്റായി. സോ ഇറ്റ് ഫീൽസ് ഗ്രേറ്റ് അറ്റ് ദിസ് പെർട്ടിക്കുലർ ഏജ് ആൻഡ് ആഫ്റ്റർ 20 years. അതായത് എൻ്റെ ഫസ്റ്റ് മൂവി റൊമാൻസ് ഉള്ളൊരു സിനിമയായിരുന്നു. അതിനുശേഷം ഞാൻ ജൂബിലി എന്ന് പറഞ്ഞൊരു പടം ചെയ്തായിരുന്നു. അതിൻ്റെ അകത്തും റൊമാൻറ്റിക്, പക്ഷേ ആ സിനിമയൊന്നും അധികാരം കണ്ടിട്ടില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഈ 2024 അങ്ങനൊരു പടം ചെയ്യാൻ കിട്ടിയത്. സോ താങ്ക്സ് ടു ദ റൈറ്റർ, പ്രൊഡ്യൂസർ, ഡയറക്ടർ. ഇപ്പോൾ ഓരോ സിനിമകൾ കഴിയുന്തോറും ഒരു ആക്ടർ എന്ന രീതിയിൽ ഇവരൊക്കെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് കാസ്റ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൽ നമ്മുടെ വിസ്മയിപ്പിക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ചെയ്യാതെ എന്ത് കഥാപാത്രം കൊടുത്താലും ഇവർ അത് 100% അതിൽ കൂടുതൽ ഇട്ടിട്ട് ഇവർ പെർഫോമൻസ് ചെയ്യും. ഇപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് കാസ്റ്റിങ്ങിൽ ഒരു ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിങ് എങ്ങനെയാണ് ശരിക്കും? ഞാൻ കുറച്ചും കൂടെയൊക്കെ എൻ്റെ ഒരു കംഫർട്ട് സോൺ നോക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ അത് റൈറ്റ് ആണോ എന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സിനോട് എനിക്കൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ഉള്ളപ്പോഴാണ് എനിക്ക്
അവരുടെ ബെസ്റ്റ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് അവരെ പുഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ആ സ്പേസ് ഇപ്പം അശ്വതിയെ ഞാൻ ഇതിലാണ് ആദ്യമായിട്ട് വരുന്നത്, സിദ്ധുചേട്ടനെ ഈ പടത്തിലാണ് ആദ്യം. പക്ഷെ അവരൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ മുമ്പ് സംസാരിച്ചൊക്കെ എന്തോ ഒരു കംഫർട്ട് ഫീൽ ചെയ്യുമ്പോഴാണ് എനിക്കത് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്ന ആസ് എ ഡയറക്ടർ. അപ്പം കാസ്റ്റിങ്ങിൽ പോലും എപ്പോഴും ഞാൻ ഒരാളെ മനസ്സിൽ കണ്ടിട്ടല്ല ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. എഴുതി കഴിഞ്ഞ് പക്ഷേ പ്രോജക്റ്റ് ആവുന്നൊരു സ്പേസിൽ എത്തുമ്പം ഞാനത് ഭയങ്കരമായിട്ട് എൻ്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് എനിക്ക് ഇയാളെ പുഷ് ചെയ്യാൻ പറ്റുമോ. ചിലപ്പോൾ നമുക്ക് അത്ര പരിചയമില്ലാത്തൊരടുത്ത് ചേട്ടാ ഇത് വർക്കൗട്ട് അല്ല കേട്ടോ, ബോറാണേ, ഒന്ന് മാറ്റി പിടിക്കാനൊന്നും പറയാനുള്ള സ്പേസ് ഉണ്ടാവില്ല. ചിലപ്പോൾ അവർ ചെയ്യുന്നതിന് ചിലപ്പോൾ നമുക്ക് പൂർണ്ണ സംതൃപ്തി ഉണ്ടെങ്കിൽ പോലും 2 ടേക്ക് കഴിഞ്ഞിട്ട് അത് തന്നെയാണല്ലോ, മൂന്നാമതും ഒരേ പരിപാടിയാവുന്നെങ്കിൽ നമുക്ക് പിന്നെ പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ അത് നമുക്ക് ഒരു മ്യൂച്വൽ ട്രസ്റ്റാണ്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സുമായിട്ട് എനിക്ക് ആ ട്രസ്റ്റ് ഉണ്ടാവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് എൻ്റെ സിനിമയിൽ ഒരു സീനിൽ അഭിനയിക്കുന്ന ഒരു ആക്ടറാണെങ്കിലും ഇപ്പം ഏറ്റവും ലീഡ് റോൾ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഞാൻ അവരെ ഈക്വൽ പ്രയോറിറ്റിയിലാണ് കാണുന്നത്. ഞാൻ അവർക്ക് ഈക്വലായിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അല്ല ഇയാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്നല്ല. ഞാൻ ഒരു ഡയലോഗ് പറയാൻ വരുന്ന ഒരാളെ പോലും ഇപ്പോൾ ഒരു മെയിൻ എൻ്റെ പ്രൊട്ടഗോണിസ്റ്റിന് ബ്രീഫ് ചെയ്യുന്നത് പോലെ പോയി ബ്രീഫ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അയാൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് അതിന് കൗതുകമുണ്ട്, ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പം ആ ഓരോ റോളും നന്നാവണം, ഓരോ സ്ക്രീനിൽ വരുന്ന ആൾ ഒരു ഡയലോഗ് പറയുന്ന ആളാണെങ്കിൽ പോലും നന്നാവണം എന്നുള്ള പ്രയോറിറ്റി മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര എനിക്ക് അത്തരം കണക്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടേഴ്സുമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം അവർക്കും തിരിച്ചൊരു നമ്മുടെ ജഡ്ജ്മെൻ്റ് ഒരു ട്രസ്റ്റ് കാണും. ഇപ്പം എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് ശ്രീകാന്തിൻ്റെ ഒപ്പം ജയമഹേന്ദ്രൻ വർക്ക് ചെയ്തതാണ്. അപ്പം അതിൽ ഫസ്റ്റ് ദിവസം കോമ്പിനേഷൻ ഞാൻ സഹിച്ചേട്ടനായിട്ടുള്ള സീനാണ് അഭിനയിക്കുന്നത്. എൻ്റെ അടുത്തൊന്നും പറഞ്ഞാൽ ഇത് പോരാട്ടോ, ഇത് കൂട്ടി ചെയ്യണം. അപ്പം എനിക്ക് ചെറിയ സംശയം, സഹിച്ചേട്ടൻ ഭയങ്കര സട്ടിൽ പരിപാടിയാണ് മഹേന്ദ്രനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് എന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ കൂട്ടി ചെയ്തു കേട്ടോ, ഇളകി ചെയ്യണേ എന്ന് പറയും. അപ്പം ഇവൻ എൻ്റെ ജീവിതം തൊലയ്ക്കാനായിട്ട് ശ്രമിക്കുവാണോ എന്നുള്ളതൊക്കെ എനിക്ക് സംശയം തോന്നി ആദ്യത്തെ ദിവസം. ഇവൻ എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ? കാരണം ഇവൻ എൻ്റെ അസോസിയേറ്റും അസിസ്റ്റൻറ്റും ചീഫ് അസോസിയേറ്റും ഒക്കെ ആയിട്ട് വർഷങ്ങളായിട്ട് ഉള്ള. അപ്പം അവനോട് ഞാൻ പല ദ്രോഹങ്ങളും ചെയ്തിട്ടുണ്ട് ആ കാലയളവ്. അപ്പം അവൻ തിരിച്ച് ചെയ്യുന്നതാണോ സംശയം എനിക്ക്. പക്ഷേ ആദ്യത്തെ ഒരു 1-2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതെന്താണ് ആ ഡയറക്ടർ അറ്റൻഡ് ചെയ്യുന്നത്. അതുവരെ അയാൾ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ബ്രദറിനെ പോലാണ്, അതൊക്കെ മാറ്റി വെച്ചിട്ട് ഓൺ സെറ്റ് ഒരു ഡയറക്ടർ ആയപ്പോൾ ഞാൻ ആസ് എൻ ആക്ടർ അയാൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കി എനിക്ക് 1-2 ദിവസം എടുത്തു. പിന്നെ അത് എനിക്ക് ഈസിയറായി. അപ്പം ഞാൻ ആദ്യത്തെ സീനൊക്കെ കഴിയുമ്പോൾ സഹിച്ചേട്ടൻ ചേട്ടാ ഇത് ഓക്കെയാണോ എന്ന് ചോദിക്കും. കാരണം സഹിച്ചേട്ടന് ഭയങ്കര അണ്ടർപ്ലേ. അപ്പോൾ ഞാൻ മാത്രം നിൽക്കുന്നുണ്ടോ അപ്പം ആ ഡൗട്ടുണ്ട്. അപ്പം അത് ഞാനൊരു ആക്ടറായിട്ട് വന്നപ്പം ഒരു ഡയറക്ടറിനെ പുഷ് ചെയ്യുമ്പം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ അനുഭവിച്ചു, എനിക്കത് മനസ്സിലായി. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ഡയറക്ടറായിട്ട് വരുമ്പം എൻ്റെ ആക്ടേഴ്സിന് ഓരോരുത്തരെയും ഇത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഒരു സീനായിരിക്കും, ഇവരെല്ലാവരും ആ സീൻ വായിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെ സ്റ്റിൽ ആ ടേക്കിൻ്റെ ഇടയിൽ എനിക്കൊരു ചെറിയ കാര്യം പറയണമെങ്കിൽ ഞാൻ ഓടിപ്പോയി പറയച്ചേട്ടാ അത് പ്ലാൻഡ് ആവണം എന്നില്ല. ഞാൻ എത്രയോ പുതിയ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഫസ്റ്റ് പടം അല്ലെങ്കിൽ 2ാമത്തെ പടം ചെയ്യുന്ന അങ്ങനെ പുതിയ ഡയറക്ടേഴ്സിൻ്റെ ഞാൻ ആദ്യം പറയുന്നത് എത്ര 1 more വേണമെങ്കിലും പോകണം എന്ന് പറയും. കാരണം നമ്മളൊരു മെറ്റീരിയൽ നമ്മളെ അവരെ എങ്ങനെ അത് ഉപയോഗിച്ചെടുക്കണം എന്നുള്ളത് അവരുടെ ഒരു ഇതും കൂടിയാണ്. ഞാൻ എന്തോ ചെയ്യുന്നത് ഓക്കെ എന്ന് പറയുന്ന പോലെ നമുക്ക് തോന്നരുത്. ഞാൻ ആക്ച്വലി ഇവിടെയും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നണം. രാഹുൽ മിക്കവാറും ഒക്കെ ഫസ്റ്റ് ടേക്ക് രാഹുൽ ഓക്കെ എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആണോ, ഒന്നുകൂടെ പോകണോ എന്ന് ചോദിക്കും ഞാൻ. പക്ഷെ അങ്ങനെ ഒരു ടീമിൽ ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് നല്ല ഇത് കിട്ടുള്ളൂ. അതായത് സീനിയറാണ് അല്ലെങ്കിൽ മറ്റേതാണ് മറിച്ചാന്ന് പറഞ്ഞിട്ട് 1 more ചോദിക്കുന്നത് മോശമല്ലേ, അങ്ങനെ അല്ലല്ലോ. ജയമഹേന്ദ്രൻ്റെ സമയത്ത് സുഹാസിനി മാമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ മാം എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ നമ്മുടെ ഡയറക്ടർ ഞാൻ എന്ത് ചെയ്താലും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം എല്ലാ ഷോട്ടിലും എനിക്ക് കറക്ഷൻ പറയുന്നു. അപ്പോൾ പുള്ളി പറയുന്നതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ ആക്ടിങ് ഇപ്പം മോശമായി. എന്നിട്ട് പുള്ളിക്കാരി എന്നിട്ടത് ഇൻ്റർവ്യൂസിൽ പറഞ്ഞു, ശ്രീകാന്ത് ഹൗ ഈസ് ഏബിൾ ടു പുഷ് ആക്ടേഴ്സ്. ചിലപ്പോൾ അത് ഒരു ആർട്ടിസ്റ്റിന് ആ ക്യാരക്ടറിലോട്ടൊന്ന് എത്താനുള്ള ഒരു ടൈം എടുക്കും. ചിലപ്പോൾ ഒരു 1 day or 2 days ചിലപ്പോൾ നമുക്ക് എടുക്കും. ചിലപ്പോൾ അല്ലെങ്കിൽ 2 സീൻ കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഒന്നുകൂടെ ട്രാക്കിലേക്ക് കയറുന്നത്. പുള്ളി തന്നെ പറഞ്ഞല്ലോ 2 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സംഭവിക്കുന്ന. സുഹാസിനി മാമിന്റെ കൂടെ നമുക്കൊക്കെ അഭിപ്രായം പറയാൻ നമുക്ക് പേടിയായിരുന്നു ആദ്യം.
അപ്പം ഞാൻ such a senior. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ ഇവനെ തിരിഞ്ഞു നോക്കും, ഇവനാണല്ലോ ഇപ്പം എൻ്റെ അടുത്തൊന്നല്ല, ഞാൻ ആക്ടറിൻ്റെ അടുത്തല്ല റൈറ്ററിൻ്റെ അടുത്താന്ന് പറയും. അപ്പം ഷീ എക്സ്പെക്ട്സ് അസ് ടു ഗിവ് സംതിങ് ന്യൂ ഓൺ എവരി സീൻ. നമ്മൾ ഡയലോഗല്ല, ഞാൻ ഇതാണോ ചെയ്യേണ്ടത്, ഞാൻ ഇങ്ങനത്തെ ഒരു ബ്രീഫാണോ എനിക്ക് വേണ്ടത്. ഞാൻ അപ്പം ഒരു എത്ര വർഷമായി കാണും സുഹാസിനി മേമൊക്കെ വന്നു, ഞാൻ ചിരിക്കുന്നതിന് മുമ്പ് സിനിമ വന്നു തോന്നുന്നത്. അപ്പോൾ സീനിയേഴ്സായിട്ട് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഇത്തിരി ആൾക്കാർ ഈ പണി നിർത്തിപ്പോയിട്ടുണ്ട്. ഇപ്പം ആ സീനിയർ അത്രയും ഇപ്പോൾ ഈ കാറ്റഗറിയിൽ പെടുന്ന എത്രയോ സീനിയേഴ്സ് ആയിട്ട് ആൾക്കാർ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ആ പുതിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അവർക്കൊരു 1 more അല്ലെങ്കിൽ 2 more പോകുന്നതുകൊണ്ടൊന്നും അവർക്ക് യാതൊരു വിഷമവുമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു റീഇൻവെൻഷൻ. തീർച്ചയായിട്ടും പണ്ടത്തെ അഭിനയ രീതി തന്നെ മാറിപ്പോയില്ലേ. പണ്ടത്തെ അഭിനയ രീതി മാറി, ഇപ്പം നാച്ചുറൽ ബിഹേവിയറാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം അതൊക്കെ ഒരു തിരിച്ചറിവും കാര്യങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്ത് നിന്നാലേ നമുക്ക് നല്ല പുതിയ ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫ്ലാസ്ക് എന്ന സിനിമ എന്താണ് പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി പോകുന്നത്? ഫ്ലാസ്ക് ഇവരുടെ ഈ 2 ക്യാരക്ടേഴ്സിന്റെ ഒരു റിലേഷൻഷിപ്പ് ഡ്രാമയാണ്. ഇവരുടെ ഒരു ഭയങ്കര ഹയറാർക്കിക്കലായിട്ടുള്ള ഒരു ജഡ്ജും പാട്ടുകാരനാവാൻ ആഗ്രഹിച്ച് പോലീസുകാരനായ ഒരാളും ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ക്യാവസിൽ നിന്നൊക്കെ നിൽക്കുന്ന ഒരു സിനിമയാണ്. ഈ 2 ക്യാരക്ടേഴ്സിന്റെ ഒരു ജേർണിയാണ് ഫ്ലാസ്ക് എന്ന് പറയുന്നത്. അപ്പം ഈ PSO ആയി ജോലി ചെയ്യുന്ന ആളുകളെ ശരിക്കും ഡിപ്പാർട്ട്മെന്റിലൊക്കെ കളിയാക്കി വിളിക്കുന്ന ഒരു പേരാണ് ഫ്ലാസ്ക് എന്ന്. അപ്പം കാരണം അവർ ഈ ഫ്ലാസ്കും കൊണ്ട് നടക്കുന്നയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വല്ലതും ആരോ എപ്പോഴോ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അതിന്റെ ബേസിലോ അത് അങ്ങനെയൊക്കെ പല റൂമറുകളുണ്ട് ഈ പേരിങ്ങനെ വന്നേന്നുള്ളത്. പക്ഷെ അപ്പൊ അത്തരം ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആണല്ലോ ഈ ജോലി ചെയ്യുന്ന ഒരാൾക്ക്. കാരണം അയാളെ സംബന്ധിച്ച് അയാളുടെ ജോലി ഭയങ്കര ചലഞ്ചിങ് ആണ്, അതിനകത്ത് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ സ്റ്റിൽ അതിന് വേണ്ട ഒരു അപ്രിസിയേഷൻ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്ന ഒരു ജോബാണത്. അപ്പം അവരുടെ ഒരു അങ്ങനെയുള്ളൊരു PSOന്റെയും ഒരു ജഡ്ജിന്റെയും സ്റ്റോറിയാണത് ഫ്ലാസ്ക് എന്നുള്ളത്. എന്റെ രണ്ടാമത്തെ ചോദ്യം എന്താ, ഈ ഫ്ലാസ്ക് ആണ് ഫോട്ടോയിൽ എപ്പോഴും ഫ്ലാസ്ക് പിടിച്ചിരിക്കുന്നുണ്ട് പോലീസ്, ഒട്ടും ഫിറ്റ് ഇല്ലാത്ത പോലീസ്, എന്നാൽ വളരെ പേടിയുള്ള പോലീസ്, അത്ര ഓക്കെ അല്ല ആ ജോലി ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. നമുക്കത് ട്രെയിലർ ടീച്ചർ കാണുമ്പോൾ മനസ്സിലാവും. ഈ എല്ലാ ക്യാരക്ടർ രസമായിട്ടാണ് എനിക്ക് സഹിച്ചേട്ടൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അത് ചെയ്യുക. ഈ ക്യാരക്ടർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആകുന്നത് ഇതെനിക്ക് ഇപ്പം ടൈലർ മേഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. മേ ബി ഒരു ഭയങ്കര ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മാസ് പോലീസ് ഓഫീസറിന്റെ കഥയാണ് ഇത് പറയുന്നതെങ്കിൽ ചിലപ്പോൾ ഞാൻ മിസ്ഫിറ്റ് ആയിരിക്കും ഇപ്പോഴത്തെ സ്ഥിതിയിൽ. ബട്ട് ഈ പേടിയുള്ള ആളും പിന്നെ താല്പര്യമില്ലാണ്ട് ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നതും ഒരു പരിധിവരെയും ഹരാസ്മെന്റ് എന്നൊക്കെ പറയാം. എന്താണ് മേളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഹരാസ്മെന്റ് ഫേസ് ചെയ്യുന്ന അത് ഇയാളുടെയും കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ ഇയാൾക്ക് പാട്ടിലാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ജോലിയിൽ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നാച്ചുറലി സീനിയർ ഒഫീഷ്യൽസ് നമ്മളെ ചീത്ത പറയുമല്ലോ. പക്ഷേ ഇയാളുടെ പോയിന്റ് ഓഫ് വ്യൂ അത് ഹരാസ്മെന്റ് ആണ്, ഞാൻ എന്ത് ചെയ്തിട്ടാന്നുള്ളതാണ്. ഇത് തന്നെ. അപ്പം എന്താണ് ഭയങ്കരമായിട്ട് എൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട് ഈ ജ്യോതികുമാർ എന്ന് പറഞ്ഞ ഈ PSOയിൽ. എൻ്റെ ജീവിതത്തിലെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കുറേ ഭാഗം നമ്മൾ കാട്ടിലാണ് ഷൂട്ട് ചെയ്തത്, പാലക്കാട്. കാട്ടിലെ എക്സ്പീരിയൻസും വളരെ മനോഹരമായിരുന്നു. റേഞ്ച് ഇല്ലാത്ത സ്ഥലം അതല്ല മനോഹരം, പക്ഷെ നമ്മുടെ ഈ സീനിക് ബ്യൂട്ടിയും നമുക്ക് കാടങ്ങനെ എപ്പോഴും ഇടയ്ക്ക് മറ്റേ ഫോറസ്റ്റ് ജീപ്പായിട്ട് ആന ഇറങ്ങി അതെ നിങ്ങൾക്ക് 3 പേർക്കായിരിക്കും ചിലപ്പോൾ അത് കോമ്പിനേഷൻ കൂടുതൽ കാർഡായിട്ട്. ഓക്കെ, ഇപ്പം സുരേഷ് ചേട്ടൻ ഇപ്പോൾ ഓരോ സിനിമകൾ തിയേറ്ററിൽ ലേറ്റസ്റ്റ് ഇറങ്ങിയ സിനിമകളാണെങ്കിലും നമുക്ക് ചില ചെറിയ ഡയലോഗുകളാണ് നമ്മൾ ചിരിപ്പിക്കണേ, ചില എക്സ്പ്രഷൻ. ഇതിൻ്റെ ടീച്ചറും ട്രെയിലർ കണ്ട സമയത്ത് നമ്മൾ തിയേറ്ററിൽ കുടുകിടാ ചിരിപ്പിക്കാനുള്ള ഒരു വക റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു കോമിക് ക്യാരക്ടർ അല്ല ആക്ച്വലി ഇത്. ഇയാൾ ഇത്തിരി സീരിയസ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ അതിനകത്ത് ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ ഒരു ചിരി കിട്ടുമായിരിക്കാം. കോമഡിക്ക് വേണ്ടി ഇപ്പം നേരത്തെ പറഞ്ഞ കോമഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ ഒരു ട്രാവലിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന കുറേ നല്ല നല്ല മുഹൂർത്തങ്ങളുണ്ട്. അപ്പം അതിൽ ഒരു ചിരി വരുമായിരിക്കും. പൊതുവേ ഈ ക്യാരക്ടർ കുറച്ച് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പരമാവധി ഇയാളെ ടോർച്ചർ ചെയ്യുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. റിയൽ ക്യാരക്ടറോട് ബന്ധമില്ലാത്ത ക്യാരക്ടർ. ഇപ്പം സിദ്ധാർത്ഥക്ക് എൻ്റെ ഒരുപാട് വേഷങ്ങൾ നമ്മൾ കാണാണ്. ഇപ്പം റിലീസാവുന്ന ഒത്തിരി സിനിമകൾ നോക്കുമ്പം ചെയ്യാത്ത കഥാപാത്രങ്ങളെ തേടി ചെയ്യുക എന്ന്
ഒരു ഇതുണ്ടല്ലോ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഈ ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയുന്ന സമയത്ത് എന്താ തോന്നി ആദ്യം തോന്നിയ വളരെ വ്യത്യസ്തമായ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല, നമുക്ക് ചെയ്യാം അതാണ് തോന്നിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഷെയ്ഡ്സ് ഉണ്ട്, ഇച്ചിരി ഒരു ആൻറ്റഗോണിസ്റ്റ് സാധനമുണ്ട്, അപ്പം അത് നമ്മൾ ചെയ്തിട്ടില്ല. സോ വി ട്രൈഡ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് ദം ഔട്ട്. ന്യൂ സെറ്റപ്പാണ്. എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വലയത്തിൽ വരാത്ത ഒരു പുതിയൊരു കംഫർട്ട് സോണിൽ നിന്ന് വിട്ടിട്ടുള്ളൊരു സ്പേസാണ്. സോ ദാറ്റ് വാസ് ഓൾസോ ഈക്വലി ചലഞ്ചിങ്. നമുക്ക് അവിടെ പോയി നോക്കാം എങ്ങനെ സെറ്റ് ആവുമല്ലോ നോക്കാം. ഇതിലെ ക്യാരക്ടേഴ്സ് നമുക്ക് ചിലപ്പോൾ ഇത് മറ്റേ പടത്തിൽ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. ഈ 3 ക്യാരക്ടറും വളരെ ഫ്രഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇതിന് മൊത്തത്തിൽ കഥയും എല്ലാം തന്നെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു തീം, വെരി ഫ്രഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഒരു സുഖം ഉണ്ടായിരുന്നു. സിനിമകൾ നോക്കുമ്പോൾ വളരെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ, പക്ഷെ കഥാപാത്രങ്ങൾ ആളുകൾ ഓർത്തിരിക്കുന്ന കഥാപാത്രമാണ്. ലേറ്റസ്റ്റ് ആയാലും ചെയ്ത സിനിമ. ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഈ സിനിമയിലേക്ക് ഓഫ്കോഴ്സ് ഡയറക്ടർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? അതെ, എന്നെ അതിന് മുന്നേ വേറൊരാള് ആണ് കണക്ട് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതാണ് ടീം, ജയ് മഹേന്ദ്രൻ ചെയ്ത ടീമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ അടുത്ത കാലത്ത് അത് കണ്ട് ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിരുന്നു. അപ്പോൾ ഓക്കെ, ഡയറക്ടറിന് നമ്പർ കൊടുക്കേണ്ടത് പറഞ്ഞു, നമ്പർ കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഡയറക്ടറിന്റെ നമ്പർ സേവ് ചെയ്തപ്പോഴാണ് വാട്സാപ്പിൽ ആളുടെ DP കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മറ്റേ ബാലു എന്ന് പറയണ, ഓ പുള്ളിയാണോ സംവിധാനം ചെയ്തത്? അങ്ങനെയാണ് പിന്നെ ഞാൻ ആളെ കുറിച്ചൊന്ന് റിസർച്ച് ചെയ്തപ്പോൾ ആദ്യത്തെ പടത്തിന് തന്നെ 4 സ്റ്റേറ്റ് അവാർഡ്, പിന്നെ നാഷണൽ അവാർഡ്, വലിയ പുള്ളിയാണ്. അപ്പോൾ പിന്നെ ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു ടീമിന്റെ കൂടെ ഒരു വർക്ക് ചെയ്യാന്നുള്ളത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ എന്നെ വിളിച്ചപ്പോഴും ആദ്യം പറഞ്ഞ കാര്യം എങ്ങനെയാണ്, ഭർത്താവിനെ ഒരു ആവശ്യമില്ലാതെ മോട്ടിവേറ്റ് ചെയ്ത് എല്ലാത്തിലേക്കും തള്ളിവിടുന്ന ഒരു ഭാര്യയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ലൊരു കാസ്റ്റിംഗ് കൂടെയായിരുന്നു. ബിക്കോസ് നമ്മളെ മോട്ടിവേഷൻ ഇപ്പൊ Instagram തുറന്നാൽ ഒത്തിരി മോട്ടിവേഷൻ വീഡിയോസ് കാണാമല്ലോ, അത് കറക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. അതെ, ഞാൻ ശരിക്കും അശ്വതി ആക്ട് ചെയ്തതിനേക്കാൾ ഞാൻ വീഡിയോസ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആക്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇത് കോമഡി ഹാൻഡിൽ ചെയ്യുന്ന ഒരു ആക്ടർ വേണമായിരുന്നു ആ റോളിലേക്ക്. ഉഗ്രൻ ആർട്ടിസ്റ്റാണ് അശ്വതിയ, കോമിക് ടൈമിംഗ് ഒക്കെ അടിപൊളിയാണ്. അപ്പം ഇതുവരെ പറഞ്ഞില്ല, നമുക്ക് അങ്ങനെ റീൽ ചെയ്തല്ലേ പറയാം. ഫ്ലാസ്കിന്റെ ഈ പ്രൊമോഷൻ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ സിനിമ ഒരു ഗംഭീര സിനിമയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. ആൻഡ് രാഹുലിന്റെ ഡയറക്ടറെ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ട്, കാരണം ചെയ്തു വെച്ച സിനിമകളും ഞങ്ങളില്ലെന്നാണോ? അങ്ങനെ അതിലേക്ക് എത്തുന്നുണ്ട്. സംവിധായകനെ കുറിച്ച് ഒരു നല്ലത് നശിപ്പിച്ചു. നമുക്കൊരു ട്രസ്റ്റ് ഉണ്ട്, അത് നമുക്ക് പ്രതീക്ഷ കൂടുന്നേ ഉള്ളൂ. ആൻഡ് അഭിനയിച്ച ആളുകളെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. നല്ല സിനിമയാണ്, ഞങ്ങളും പ്രതീക്ഷിക്കുന്നു തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ വേണ്ടി. എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.